ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഓർമ്മകൾ ഉണർത്തുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ നമ്മുടെ ലഞ്ചിന് വേണ്ടി ഞാൻ കുറച്ച് ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള 3 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി നന്നാക്കി വെച്ചു, മുട്ട, അതേപോലെ പച്ചമുളക്, തേങ്ങ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കുറച്ച് നാരങ്ങ ഞാൻ വെറുതെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കട്ടിയുള്ള നാരങ്ങയാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ തൊലി ഒന്ന് അലുത്ത് വന്നോട്ടെ എന്ന് നേരത്തെ തന്നെ ഞാൻ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സാധാരണ നാരങ്ങയാണെങ്കിൽ അച്ചാറിടുന്നതിന് മുമ്പ് കുറച്ച് നാൾ ഉപ്പിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ മിക്കപ്പോഴും അച്ചാറിടാറ്. അപ്പോൾ എന്തായാലും നമ്മുടെ കറികളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി 3 പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ 3 കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് എന്തായാലും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒന്നാണ് ഇന്നത്തെ വിഭവങ്ങൾക്ക്. അപ്പോൾ ഒരു പാനിലേക്ക് ഞാൻ കുറച്ച് ചെറിയുള്ളി, ഇവിടെ കിട്ടുന്ന പേൾ ഒനിയൻ നന്നാക്കി അത് അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ സവാള, ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പാനിലേക്ക് കടുകിൻ്റെ ഒപ്പം ഉലുവ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഇട്ട് വഴറ്റുന്ന ഈ ഒരു പാനിലാണ് ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെറിയുള്ളിക്കൊന്ന് വാടി വരട്ടെ. അതിനോടൊപ്പം തന്നെ സവാളയൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സവാള കൊണ്ട് ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഭവങ്ങളിൽ ബീൻസ് മെഴുക്കുവരട്ടിയുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിത്തോരനുണ്ട്, പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് നാരങ്ങ അച്ചാറാണ് കേട്ടോ. അതും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരച്ചാർ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, എരിവിന് വേണ്ടിയിട്ട്, നമ്മുടെ മെഴുക്കുവരട്ടിക്ക് എരിവിന് വേണ്ടിയിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു. നാരങ്ങ അച്ചാറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതിലേക്ക് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുത്തത്. അതായത് ഞാനിവിടെ 2 നാരങ്ങ ജസ്റ്റ് അരിഞ്ഞ് ഉപ്പിലിട്ട് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് അളവിലല്ല ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളി ഇടയ്ക്ക് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു 3 അടുപ്പിലും പെട്ടെന്ന് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ പോലും വേണ്ട നമുക്ക് ഈ കറികളെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളകും കൂടെ ഒന്ന് കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഉള്ളി വഴറ്റി കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മഞ്ഞൾപ്പൊടി അന്നേരം ചേർത്ത് കൊടുക്കാൻ വിട്ടുപോയി. വെള്ളം കൂടെ ചേർത്ത ശേഷമാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾ ആ ഉള്ളി വഴറ്റുന്നതിന് കൂടെ തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കേട്ടോ. ഇത് 3 കോൺസെൻട്രേഷൻ പോകുന്നതുകൊണ്ട് എനിക്ക് അവിടെ വിട്ടുപോയി. അപ്പോൾ മഞ്ഞൾപ്പൊടികളും ചേർത്തു നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ഉള്ളി അവിടെ നിന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ബീൻസ് മെഴുക്കുവരട്ടി ബീൻസ് വേവിക്കാൻ വേണ്ടി വെച്ചു. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ നാരങ്ങ അച്ചാർ കുറച്ച് കാന്താരിമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാന്താരിമുളക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഞാൻ ഇവിടെ ഫ്രീസറിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരിമുളക് ഫ്രീസറിലല്ല സിപ്പ് ലോക്കിലാക്കിയിട്ട് നമ്മൾ ഫ്രീസറിൽ എടുത്ത് വയ്ക്കുക. കാലങ്ങളോളം ഇരുന്നോളൂ കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്തേക്ക് നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊരു വെള്ള അച്ചാറാണ്. ഇത് നാരങ്ങ ഒരു മഞ്ഞ കളർ അച്ചാറാണ്. ഞാൻ അതുകൊണ്ട് മുളക് പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതിൻ്റെ പകരമാണ് കാന്താരിമുളക് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നാരങ്ങ ആയതുകൊണ്ട് ഞാൻ പിന്നീട് ഉപ്പ് ചേർത്തില്ല, കാരണം ആ നാരങ്ങയിലേക്കൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. അവസാനം കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു. സിമ്പിളല്ലേ? ഇനിയിപ്പോൾ നിങ്ങൾ നാരങ്ങ ഉപ്പിലിടാൻ വിട്ടുപോയെന്ന് വെച്ചോ, സാധാ നാരങ്ങ ആയിരിക്കണം. ഇതേപോലത്തെ കട്ടിയുള്ള നാരങ്ങ ഉടനെ ഉണ്ടാക്കാൻ പറ്റില്ല. നാരങ്ങ ഒന്ന് മുറിച്ചിട്ട് ഒന്ന് ചതച്ചിട്ട് നമ്മുടെ ഉപ്പും മുളകും തിരുമ്മി കുറച്ച് ഇതേപോലെ കാന്താരിമുളകും ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചാറായി കിട്ടും. അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കാം. ഇതിപ്പോൾ ഉപ്പിലിട്ട നാരങ്ങ ഞാൻ ഒന്ന് അച്ചാറാക്കി എടുത്തതാണ്. അപ്പോൾ നമ്മുടെ സവാള ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഞാനതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. സവാള ഏകദേശം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിത്തോരൻ റെഡിയായി കഴിഞ്ഞു. ഇതിന് മുമ്പ് ഞാൻ ഉള്ളിത്തോരൻ കാണിച്ചിട്ടുണ്ട്. അന്ന് ഞാൻ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നീളത്തിലായിരുന്നു അന്ന് ഉള്ളിത്തോരൻ ഉണ്ടാക്കിയിരുന്നത്. എൻ്റെ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തു ചെറുതായിട്ട് അരിഞ്ഞിട്ടൊന്ന് ഉള്ളിത്തോരൻ ഉണ്ടാക്കി നോക്കുന്നു. അതുകൊണ്ടാണ് ഇത്തവണ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയത്. പിന്നെ ഇതാ ബീൻസ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഞാനതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. മെഴുക്കുവരട്ടിയല്ലേ, നമുക്ക് തേങ്ങ ഒന്നും ചേർക്കേണ്ട. ബീൻസ് ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ റെഡിയായി കഴിഞ്ഞു. പിന്നെ ആ ബീൻസിൻ്റെ ആ ഒരു പച്ച നിറം നിൽക്കുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. ഒരുപാടായി കഴിഞ്ഞാൽ ആ ബീൻസിൻ്റെ ഗുണമൊക്കെ നഷ്ടപ്പെടും, കളറും മാറും. അതേപോലെ ഞാനിവിടെ ചമ്മന്തി അരയ്ക്കുകയാണ്. തേങ്ങ, ഇഞ്ചി, അതേപോലെ തന്നെ ചെറിയുള്ളി, പുളി,
പച്ചമുളക് ഒരെണ്ണം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അതൊന്ന് അരച്ചെടുക്കാം, വെള്ളം ഒട്ടും ചേർക്കണ്ടേ. അതേപോലെ തന്നെ നമ്മുടെ പൊതിച്ചോറിൽ ഒട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് നമ്മുടെ മുട്ട പൊരിച്ചത്. അപ്പോൾ അതിനുവേണ്ടി 2 മുട്ട, അതിലേക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതേപോലെ തന്നെ പച്ചമുളക്, ചെറിയുള്ളി അരിഞ്ഞത്, പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഞാൻ തേങ്ങ കൂടി ഇടുന്നുണ്ട്. അത് പ്രത്യേക ടേസ്റ്റാണ്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് അടിച്ചുകൊടുക. കുരുമുളക് പൊടി വേണേൽ ചേർക്കാട്ടെ, ഞാനിവിടെ ചേർത്തിട്ടില്ല. എന്നിട്ട് നമുക്കിനി ആ മുട്ടയൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ അറിയാലോ, ഇന്ന് പൊതിച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മീൻ വറുത്തതിൻ്റെ ഒരു കുറവുണ്ട്, അതെനിക്കറിയാം. മീനൊന്നും ഇരിപ്പുണ്ടായിരുന്നില്ലേ, പക്ഷേ ഇത്രയും തന്നെ ധാരാളമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള കറികളാണെന്ന് തോന്നുമെങ്കിലും ആ വാഴയിലയിൽ ഇതെല്ലാം കൂടെ പൊതിഞ്ഞ് ആ ഒരു ഇലയുടെ ഒരു ഫ്ലേവറും അതേപോലെ തന്നെ നല്ല ചൂട് ചോറും ഇതെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ നമ്മുടെ പൊതിച്ചോറ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ഒരു മണമാണല്ലേ. അപ്പോൾ ഞാനിവിടെ വാഴയില, ഇവിടെ നമുക്ക് മുഴുവനായിട്ട് കിട്ടുന്ന വാഴയില എനിക്ക് കിട്ടിയില്ല, ഇങ്ങനെ കീറിയ വാഴയിലയായിരുന്നു. സാരമല്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ. അത് പറഞ്ഞപ്പോഴാണ് എല്ലാവരും ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചു എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വാഴയിലേക്ക് നല്ല ചൂട് ചോറും അതേപോലെ നമ്മളുണ്ടാക്കിയ കറികളെല്ലാം കൂടി അങ്ങ് ഇടാൻ പോവുകയാണ്. വാഴയില ഒന്ന് വാട്ടിയ ശേഷമാണ് ഇടുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ വാഴയിലയുടെ ആ ഒരു മണമൊക്കെ നമുക്ക് ആ ചോറിലേക്കും കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ ബീൻസ് മെഴുക്ക് വരട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിത്തോരൻ, പിന്നെ നമ്മൾ ചമ്മന്തി, അച്ചാർ, പിന്നെ മുട്ട പൊരിച്ചത്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിലുള്ളത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കറികളും അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, അരമണിക്കൂർ തന്നെ ധാരാളമാണ്. നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളൊക്കെയാണല്ലോ ഉള്ളിയും. പിന്നെ മിക്കപ്പോഴും നമ്മുടെ വീടുകളിലൊക്കെ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് ബീൻസോ ക്യാരറ്റോ ഒക്കെ തന്നെയായിരിക്കില്ലേ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊരു പിടിപിടിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. പിന്നെ ചമ്മന്തി ഇതേപോലെ നമ്മുടെ കൈ കൊണ്ടൊന്ന് ഉണ്ട പോലെ ഒന്ന് ഉരുട്ടിയിട്ട് ആ ചോറും പൊതിയിൽ വെക്കുമ്പോഴാണ് അതിനൊരു എഫക്റ്റ്. പ്രത്യേകിച്ച് അമ്മമാർ അമ്മിക്കല്ലിലൊക്കെ അരച്ചതാണെങ്കിൽ പറയേ വേണ്ട. മുട്ട പൊരിച്ചതുമായി. ഇനി നമുക്ക് ചോറും പൊതി അങ്ങ് പൊതിയാം. പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പൊതിച്ചോറിൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ. എനിക്ക് പാത്രത്തിൽ കൊണ്ടുപോകാൻ സത്യം പറഞ്ഞാൽ മടിയായിരുന്നു, കാരണം പാത്രം കഴുകണ്ടേ. ഇതാകുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ആ ഇലയങ്ങ് കളഞ്ഞാൽ മതിയില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും പൊതിച്ചോറിലാണ് ചോറ് കൊണ്ടുപോവുക. അതുകൊണ്ട് എനിക്കിതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ എനിക്ക് എൻ്റെ സ്കൂളും കോളേജൊക്കെ ഓർമ്മ വരും. കോളേജിലിങ്ങനെ പൊതിച്ചോറിൽ ഇല കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഈ ഒരു ഇലയിൽ നിന്നായിരിക്കും കഴിക്കുകയൊക്കെ ചെയ്യുക. അതൊക്കെ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിരുന്ന ശേഷമാണ് കേട്ടോ തുറന്നത്. ഇങ്ങനെ ഒരു ചതുര ഷേപ്പിൽ വരില്ല, അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണല്ലേ. അപ്പോൾ നല്ല എമ്മിയായിട്ടുള്ള പൊതിച്ചോറ് ചെയ്യാൻ കഴിക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഒരു മീൻ വറുത്തോളാണായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ട് ഒരെണ്ണം മാത്രമേ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് പിന്നീട് കാണാം. അതുവരെ ബൈ.